നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈശോയുടെ ഈ ചോദ്യം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ എപ്പോഴും മുഴങ്ങേണ്ടതാണ്. അവിടുത്തെ അനുഗമിക്കുന്നവർ എപ്പോഴും ഓർക്കണം. തീഷ്ണതയോടുകൂടി ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ ത്യജിച്ച വലിയ വിശ്വാസ സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നാം രക്തസാക്ഷികളെന്നാണ് വിളിക്കുക. രക്തസാക്ഷികളുടെ ചുടുനിണം സഭയുടെ വിത്ത് എന്ന് വിശുദ്ധ ജെറോം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് പുതിയ ജീവൻ നൽകുന്നത്. സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ക്രൈസ്തവ മതമാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഹംഗറിയിൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ ക്രൈസ്തവ പീഡനത്തിനെതിരെ സംസാരിച്ചത്. ഹംഗേറിയൻ പ്രധാനമന്ത്രി വളരെ ശക്തമായിട്ട് ആഹ്വാനം ചെയ്തു, ക്രൈസ്തവർ ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടുന്നു, ഉണരുക സർക്കാരുകളെ. ലോകത്തിലെ വിവിധ ഗവൺമെൻറ് നേതൃത്വം നൽകുന്നവരോട് ഹംഗേറിയൻ ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ്, ലോകമെങ്ങും സഭ പീഡിപ്പിക്കപ്പെടുകയാണ്. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ അങ്ങനെയാണ്. ഓരോ 6 മിനിറ്റിലും കൊല്ലപ്പെടുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി. 12 മിനിറ്റിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി. നിരവധി ദേവാലയങ്ങൾ അഗ്നിക്കിരയാകുന്നു. സ്വാതന്ത്ര്യമില്ല, ഒരു സുവിശേഷം വായിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾ, വൈദികർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങൾ, 80-ലധികം രാജ്യങ്ങളിൽ സഭ അടിച്ചമർത്തപ്പെടുകയാണ്. പക്ഷേ സഭ എന്നും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് മെക്സിക്കൻ സഭ. മെക്സിക്കോയിൽ 1500-ൻ്റെ ആരംഭത്തിൽ വിശ്വാസമെത്തി. ഇന്നവിടെ ഏകദേശം 13 കോടിയിൽ താഴെ ആളുകളാണുള്ളത്. 500-കളിൽ അഗസ്റ്റീനിയൻ സഭ, ഫ്രാൻസിസ്കൻസ്, കർമ്മലീത്ത സമൂഹം, ഇവരുടെ നേതൃത്വത്തിൽ വളരെ ഈശോ സഭാംഗങ്ങൾ ശക്തമായ പ്രേക്ഷിത പ്രവർത്തനം മെക്സിക്കോയിൽ നടത്തി. വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ വിശ്വാസം സ്വീകരിച്ചു. അതിന് കാരണം അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന ഗോത്രത്തിലുള്ള നേതാക്കൾ അവർ പെട്ടെന്ന് വിശ്വാസം സ്വീകരിച്ചു. അവിടുന്ന് അത്ഭുതകരമായിട്ട് ഉള്ള സഭ വളർച്ചയാണ് മെക്സിക്കോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെക്സിക്കോ ഇന്നും ഒരു കത്തോലിക്ക രാജ്യമാണ്. കൂടുതൽ ആളുകളും ക്രൈസ്തവർ തന്നെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്പെയിനിലെ സാമ്രാജ്യ ശക്തികളായിരുന്നു മെക്സിക്കോയെ ഭരിച്ചിരുന്നത്. അവിടെ രാജാവ്, അവിടെ രാജ്ഞി, അവിടെ സ്പെയിൻ ആരാണോ ഭരിക്കുന്നത് അവർ തന്നെയായിരുന്നു മെക്സിക്കോയും ഭരിച്ചിരുന്നത്. വളരെ ആഴമായ വിശ്വാസം ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ റോഡുകൾ, നഗരങ്ങൾ എല്ലാം
വിശുദ്ധരുടെയോ മാലാഖമാരുടെയോ എല്ലാം പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ. അത്ര ആഴമായ വിശ്വാസം ആ സമൂഹത്തിന് ഉണ്ടായിരുന്നു. അവിടെ രാജാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാമ്രാജ്യ ശക്തി അവിടെ ഭരിച്ചപ്പോൾ സഭ വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് വന്നു. സഭാ നേതൃത്വം മെത്രാന്മാരും വൈദികർക്കും വളരെ ശക്തമായ സ്വാധീനം സഭാ സമൂഹത്തിലുണ്ടായിരുന്നു. ഇതൊരു നെഗറ്റീവായ ഇമ്പാക്റ്റ് കൂടി ജനങ്ങളിലുണ്ടായി. ജനങ്ങളെല്ലാം പാവപ്പെട്ടവർ. എന്നാൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്നവർക്ക് അവർക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇത് ആളുകളിൽ ഒരുതരം എതിർപ്പിന് കാരണമായി. ചക്രവർത്തിയോടും സഭയിൽ നേതൃത്വമുള്ളവരോടും ഇത് കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സഭാ നേതൃത്വത്തിന് സാധിച്ചില്ല. വളരെ കുറച്ച് പേരെ ഉണ്ടായിരിക്കുകയുള്ളൂ. എങ്കിലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ചില നേതൃത്വം കൊടുത്തപ്പോൾ സഭാ വിരോധത്തിലേക്ക് ഇത് കടന്നു. ഇത് 1500 ആരംഭിച്ച ആ സഭ വളരെ ശക്തിയോട് മുന്നോട്ട് പോകുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പ്രതിസന്ധികൾ ഉടലെടുക്കുകയാണ്. അതിന് കാരണം ഒരു മെക്സിക്കോയിലെ പ്രതിസന്ധി മാത്രമല്ല, അമേരിക്കയിലേക്ക് കടന്നു വന്ന കുടിയേറ്റ സമൂഹം, ബ്രിട്ടനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഫ്രാൻസിലെ വിപ്ലവം, ഇതെല്ലാം മെക്സിക്കൻ സമൂഹത്തിലും രാഷ്ട്രീയപരമായ സാമൂഹ്യപരമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ഇൻഡിപെൻഡൻസ് വാർ 1810 മുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു. ഏകദേശം 20 കൊല്ലത്തിലധികം ആ യുദ്ധം നീണ്ടു നിന്നു. അവിടെ സ്വന്തമായിട്ട് സർക്കാരുകൾ ഉണ്ടാക്കുവാൻ സാധിച്ചു. അവർക്ക് സ്പെയിനിലെ സാമ്രാജ്യ ശക്തികളിൽ നിന്നുള്ള മോചനം അവർക്ക് ലഭിച്ചു. പക്ഷേ ആ മോചനം ലഭിച്ചതോടുകൂടി ഈ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ സഭാ നേതൃത്വത്തോടുള്ള വിരോധം വളരെ ശക്തമായി. അത് വളരെ കടുത്ത രൗദ്രഭാവം തന്നെ സ്വീകരിക്കുന്നത് നമുക്ക് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും. അത് ഏറ്റവും മൂർധന്യത്തിലെത്തിയത് 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. ഏകദേശം ഒരു 100 വർഷങ്ങൾക്കുള്ളിൽ സഭാ നേതൃത്വത്തിനെതിരെ, സഭയ്ക്കെതിരെയുള്ള ശക്തമായ നീക്കം മെക്സിക്കൻ ഈ സഭയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 1910 സിവിൽ വാർ ആരംഭിച്ചു. 1910 ആരംഭിച്ച സിവിൽ വാർ ഏകദേശം 10 കൊല്ലം അവിടെ ആഭ്യന്തര യുദ്ധം തന്നെ നടന്നു. 1917 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കി. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയുണ്ടാക്കിയത് ഇപ്രകാരമായിരുന്നു: സഭാ പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല, വൈദികർ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പാടില്ല, വൈദികരെ തിരിച്ചറിയുന്ന അവരുടെ വസ്ത്രധാരണം ഉണ്ടാകാൻ പാടില്ല, സഭയ്ക്ക് സ്വത്ത് ഇല്ല, സഭ രാഷ്ട്രീയ കാര്യങ്ങളിൽ സഭാ നേതൃത്വം ഇടപെടാൻ പാടില്ല, സെമിനാരികൾ, ആശ്രമങ്ങൾ എല്ലാം പൂട്ടിയിരിക്കണം, പരസ്യമായിട്ട് ആരാധിക്കുവാൻ പാടില്ല, ദൈവത്തെ ആരാധിക്കുവാൻ പാടില്ല. എല്ലാ വിധത്തിലും സഭാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു ഈ കാലഘട്ടത്തിൽ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷേ ഈ അവസരത്തിൽ വളരെ ശക്തിയോടുകൂടി സഭാ നേതൃത്വത്തിൽ അവിടെ ശക്തിയോടുകൂടി പ്രവർത്തനങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടായപ്പോൾ സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അൽമായരുടെ വലിയ ശക്തമായ നേതൃത്വവും കടന്നു വന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി അനുസ്മരിക്കണം നാം. അതായത് സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ കൂടെ നിൽക്കുക വിശ്വാസത്തിൽ ആഴപ്പെട്ട സഭ തനയരാണ്. അവർ കൂടെ ഉണ്ടായിരുന്നു, അവർ ശക്തിയോടുകൂടി നിന്നു. എപ്രകാരം അവിടെ ഒരു സഭ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. 1910 ഈ സിവിൽ വാർ ആരംഭിച്ചു. 17 പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. 1924 വീണ്ടും ആ കോൺസ്റ്റിറ്റ്യൂഷൻ പുതുക്കി സഭയെ തകർക്കുവാൻ വേണ്ടി, വൈദികരില്ലാതാകുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. അപ്പോൾ അതിൽ 32 സംസ്ഥാനങ്ങൾ മെക്സിക്കോയിൽ അന്ന് ഉണ്ടായിരുന്നതിൽ 17 സംസ്ഥാനങ്ങളിലും വൈദികരെ ഇല്ലാതെയായി. 1934 ഒരൊറ്റ വൈദികൻ പോലും ഇല്ലാതെയായി. വൈദികർ നാട് കടത്തപ്പെട്ടു, അല്ലെങ്കിൽ അവരെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ അവരെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവന്നു, വധിച്ചു. സിവിൽ വാർ ആരംഭിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ 4500 വൈദികരുണ്ടായിരുന്നെങ്കിൽ സിവിൽ വാർ അവസാനിക്കുമ്പോൾ 1934 500-ൽ താഴെ വൈദികർ മാത്രമേ മെക്സിക്കോയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കടുത്ത സഭാവിരോധമാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് നേതൃത്വം വഹിച്ചിരുന്നവർ ശക്തമായിട്ട് സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ ശക്തമായിട്ട് പ്രവർത്തിച്ചപ്പോഴും ക്രിസ്തുവിൻ്റെ വിശ്വാസം, തങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ധീരതയോടുകൂടി മുന്നോട്ട് വന്നു. അവരാണ് ക്രിസ്തോ റേ ഗ്രൂപ്പ്, ക്രൈസ്റ്റ് ദ കിങ്.
ആണ് ക്രിസ്തുറേ, ക്രൈസ്റ്റ് ദ കിങ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ, ലോങ് ലീവ് ജീസസ് ക്രൈസ്റ്റ്. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതിന് അവർ പ്രവർത്തിച്ചിരുന്നത് നഗരങ്ങളിലായിരുന്നില്ല, ഗ്രാമങ്ങളിലും വനാന്തരങ്ങളിലുമായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവർ വളരെ ശക്തിയോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്രിസ്തുറേ ഗ്രൂപ്പിൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ ഗവൺമെൻറ്റിനെതിരായിട്ട് സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു. അതിൽ ഏകദേശം 100,000-ഓളം ക്രിസ്തുറേ ഗ്രൂപ്പിലുള്ള ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് കരുതുന്നത്. അതായത് സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തിൽ 100,000-ലധികം ആളുകൾ ഈ വളരെ കുറഞ്ഞ കാലഘട്ടം 1926 മുതൽ ഉള്ള കാലഘട്ടത്തിൽ 3 വർഷത്തെ അവരുടെ യുദ്ധത്തിനുള്ളിൽ ഇവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവരുടെ ചെറുത്തുനിൽപ്പ് എത്ര ശക്തമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഈ സഭയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വധിക്കപ്പെട്ടവർ, യുദ്ധം ചെയ്തവർ, വിജയം വരിച്ചവർ, അവർ ക്രിസ്തുറേ ഗ്രൂപ്പ്. ഇന്നും അവർ പ്രത്യേകമായിട്ട് ബഹുമാനിക്കപ്പെടുന്നുണ്ട് മെക്സിക്കോയിൽ. ആ ഗ്രൂപ്പിൽ സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ധാരാളം പേരെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2016 ഒക്ടോബർ 16 ഫ്രാൻസിസ് മാർപ്പാപ്പ അവരിൽ ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ആ വിശുദ്ധൻ്റെ പേരാണ് ജോസ് ലൂയിസ് സാഞ്ചസ് ഡി റിയോ. വയസ്സെത്രയാണ്? വെറും 14 വയസ്സുള്ള ഒരു ബാലൻ. ജോസ് ലൂയിസ് വണങ്ങപ്പെടുകയാണ് ഇന്ന് അൾത്താരിയിൽ. 14 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്, ഈ യുവാവിന് എങ്ങനെ വിശുദ്ധനാകാൻ സാധിച്ചു? ക്രിസ്തുവിനെ സ്നേഹിച്ചു. ആ ക്രിസ്തുവിനോടുള്ള ആഴമായ സ്നേഹമാണ് വിശുദ്ധിയുടെ പദവിയിലേക്ക് എത്തിച്ചത്. 1913 ജനുവരി 28 4 മക്കളിൽ 3-ാമനായിട്ട് ജോസ് ജനിക്കുന്നത്, വിശുദ്ധ ജോസ്. 3 സഹോദരന്മാരും സഹോദരന്മാർ 4 പേരും വളരെ തീഷ്ണതയോടുകൂടി സഭയോട് ചേർന്ന് നിന്നു. വിശ്വാസമുള്ള മാതാപിതാക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെപ്പോഴും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചു. ഗ്രാമത്തിൻ്റെ നല്ലൊരു അന്തരീക്ഷത്തിൽ, കർഷകർ, ആ ഒരു അന്തരീക്ഷത്തിൽ അവർ ജീവിച്ചു. സഭയെ സ്നേഹിച്ചു. പുരോഹിതരോടുള്ള ആഴമായ സ്നേഹം അവർക്കുണ്ടായിരുന്നു. അൾത്താര ശുശ്രൂഷയായിരുന്നു ജോസ് ലൂയിസ്. അതുകൊണ്ട് തന്നെ സഭയെ സ്നേഹിക്കുവാനുള്ള ആഴമായിട്ടുള്ള പാഠവും ലഭിച്ചു. മെക്സിക്കോയിൽ ഏറ്റവും പ്രത്യേകമായ ഭക്തി പരിശുദ്ധ അമ്മയോടുണ്ടായിരുന്നു. കാതലോബയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ വലിയ പ്രത്യക്ഷം ഇവരുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അവർ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടൊപ്പം രഹസ്യങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. തിരുക്കുമാരൻ്റെ പീഡാസഹനത്തിൻ്റെ രഹസ്യങ്ങൾ. വളരെ വിശുദ്ധിയിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ഈ ക്രിസ്തുറേ ഗ്രൂപ്പിൽ ചേർന്ന് ഈ സഹോദരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വെറും 14 വയസ്സുള്ള ജോസ് ലൂയിസും അവരോടൊപ്പം ചേരുകയാണ്. ഏറ്റവും മനോഹരമായൊരു നിമിഷം ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത്, ഒരു ദിവസം വൈദികൻ ബലിയർപ്പിക്കുകയാണ്. അന്നത്തെ നിയമം ആരും ബലിയർപ്പിക്കാൻ പാടില്ല, ദേവാലയം തുറക്കാൻ പാടില്ല, ഇത്തരം നിയമങ്ങളുണ്ടായിരുന്നു. 80 വയസ്സ് പ്രായമായ പുരോഹിതൻ ബലിയർപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു, അതിനൊരുങ്ങി. അപ്പോൾ സഹായിയായിട്ട് അൾത്താര ശുശ്രൂഷയായിട്ട് ജോസും അടുത്തുണ്ട്, ബാലനായ ജോസ്. അങ്ങകലെ നോക്കുമ്പോൾ പട്ടാളക്കാർ കുതിരപ്പുറത്ത് വരുന്നത് വിശുദ്ധ ജോസിന് കാണുവാൻ സാധിച്ചു. അദ്ദേഹം വൈദികനോട് പറഞ്ഞു, അച്ഛാ, വേഗം പുറകിലുള്ള വാതിലൂടെ ഇറങ്ങി രക്ഷപ്പെട്ടുകൊള്ളുക, അവർ വരുന്നുണ്ട് പട്ടാളക്കാർ. ആ വൃദ്ധനായ പുരോഹിതൻ പറഞ്ഞു, ഞാൻ എന്തിന് രക്ഷപ്പെടണം? ഐ ആം ഗോയിങ് ഹോം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജോസ്, നീ ഇതിലെ രക്ഷപ്പെട്ടുകൊള്ളുക, നിന്നെ അവർ ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെ ആ വൃദ്ധനായ പ്രായമുള്ള വൈദികന് ദിവ്യബലിയർപ്പണം അവിടെ തന്നെ തുടർന്നു. അൾത്താര ശുശ്രൂഷയായ ജോസ് പതുക്കെ രക്ഷപ്പെട്ടു. പട്ടാളക്കാർ വന്ന് ഈ വൈദികനെ വെടിവെച്ച് കൊല്ലുന്നത് ഒളിച്ചിരുന്ന് ജോസ് കണ്ടു. അതവനെ ഭീതിപ്പെടുത്തിയില്ല, ഭയപ്പെടുത്തിയില്ല. അവനിൽ വിശ്വാസം, തീഷ്ണത, ക്രിസ്തുറേ, ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ, ആഴമായ മുദ്രാവാക്യം അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. അവൻ ശക്തിയോടുകൂടി യുദ്ധമുഖത്തേക്ക്
ഈ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ സൈന്യത്തിൽ അവൻ ചേർന്നു. അവൻ അവരുടെ കൂടെ ചേർന്നു. അവരെ പിന്തിരിപ്പിക്കുവാൻ പരിശ്രമിച്ചു. അവനോട് പറഞ്ഞു, ഇവിടെ വെടിയേറ്റ് മരിക്കും, നീ അത് പിന്തിരിയുക എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിന്തിരിഞ്ഞില്ല. അവരുടെ കൂടെ നിന്നു. കൂടെ നിന്ന് അവരോടൊപ്പം പ്രവർത്തിച്ചു. അവർക്ക് തോക്കെടുത്ത് വെടിവെക്കുവാനൊന്നും അവൻ അറിഞ്ഞുകൂടായിരുന്നു, പരിശീലനമില്ലായിരുന്നു. പക്ഷേ അവന് പതാക വഹിക്കും, അവർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കും, സമയങ്ങളിൽ അവരെ മറ്റു കാര്യങ്ങളിൽ സഹായിക്കും, യുദ്ധമുഖത്തുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ബാലനും ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും തീഷ്ണതയോടുകൂടി ചെയ്തു. മിച്ചമുള്ള സമയം ജപമാല കയ്യിലെടുത്ത് മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് തീഷ്ണതയോടുകൂടി. ഈ സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തൊരു തീഷ്ണതയാണ് ഒരു ബാലനുള്ളത്. അങ്ങനെ ഒരു ദിവസം അവരുടെ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആ വ്യക്തിയുടെ കുതിര പെട്ടെന്ന് മുറിവേറ്റ് ചത്തു. അത് ചത്തു വീണു എന്ന് മനസ്സിലാക്കിയപ്പോൾ ജോസ് പറഞ്ഞു, എതിർപക്ഷം അടുത്തെത്തി കഴിഞ്ഞു, അങ്ങ് എൻ്റെ കുതിര കൊണ്ട് രക്ഷപ്പെടുക. അങ്ങയുടെ നേതൃത്വം ഈ ക്രിസ്തുറേ ഗ്രൂപ്പിന് അനിവാര്യമാണ്. പക്ഷേ എൻ്റെ കാര്യം അത്ര പ്രധാനപ്പെട്ടതല്ല, അതുകൊണ്ട് അങ്ങ് വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. ജോസിൻ്റെ കുതിരയെ കൊടുത്തു. വിശുദ്ധ ജോസ് തൻ്റെ കുതിരയെ അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. പട്ടാളക്കാർ വന്നു ജോസിനെയും കൂടെ ഉണ്ടായിരുന്നവരെയും സഹായികളായവരെയും അറസ്റ്റ് ചെയ്തു. ഒരു പഴയൊരു ദേവാലയം അത് വിശുദ്ധ ജോസ് മാമോദീസ സ്വീകരിച്ച ദേവാലയമായിരുന്നു. അത് തടവറയാക്കി. അവിടെ തടവറയിലേക്ക് കൊണ്ടുവന്ന് കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ആ എതിർപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നേതൃത്വം നൽകുന്നവർ ചോദിച്ചു, നിനക്ക് വെറും 14 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ, ഇനി ജീവിതം എത്രയോ മുന്നോട്ട് കിടക്കണം, നീ തള്ളിപ്പറയുക, സഭയെ തള്ളിപ്പറയുക, പൗരോഹിത്യത്തെ തള്ളിപ്പറയുക, നിനക്ക് രക്ഷയുണ്ട്, രക്ഷപ്പെടാം, നിനക്ക് സമ്മാനങ്ങൾ നൽകാം, നിനക്ക് സൈന്യത്തിൽ ചേരുവാൻ സാധിക്കും, നിനക്ക് മുന്നോട്ടുള്ള നല്ലൊരു ഭാവിയുണ്ട്. നിരവധി പ്രലോഭനങ്ങൾ ജോസിൻ്റെ മുമ്പിലേക്ക് വെച്ചു. എന്നാൽ വിശുദ്ധ ജോസ് പറഞ്ഞു, എനിക്കൊന്നും ആവശ്യമില്ല, ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ഞാൻ ഇനിയും ഈ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കും, നിങ്ങൾ സഭയുടെ ശത്രുക്കളാണ്, ഇതെന്നെ കർത്താവ് ഭരമേൽപ്പിച്ചിട്ടുള്ള ജോലിയാണ്, ഞാനത് ചെയ്യും. എത്രയോ ചങ്കൂറ്റമാണ് നമുക്ക് ആ ബാലനിൽ കാണാൻ സാധിക്കുക. 14 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവൻ്റെ ധീരത കണ്ടിട്ട് എതിർപക്ഷം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ അത്ഭുതപ്പെട്ടു എന്നാണ് പറയുക. അവൻ തലതൊട്ടപ്പൻ തന്നെ ഗവൺമെൻറ്റിൽ വലിയൊരു ഉദ്യോഗം വഹിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം നേരിട്ടെത്തി വിശുദ്ധ ജോസിനോട് പറഞ്ഞു, ഇതിൽ നിന്ന് പിൻവാങ്ങണം, നിൻ്റെ അമ്മ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ജോസ് പറഞ്ഞു, എൻ്റെ അമ്മയോട് പറയുക, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ഈശോയെ മാത്രം സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ അമ്മയെയും സ്നേഹിക്കുന്നു എന്ന് പറയുക. ഞാൻ ഇവിടെ കൊല്ലപ്പെടും, അമ്മയോട് പറയുക, സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം, ധൈര്യമായിട്ടിരിക്കുക, സഭയാണ് എൻ്റെ അമ്മ. ഈ വിശുദ്ധ ജോസ് 14 വയസ്സ് മാത്രമുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ധീരതയോടുകൂടി നിൽക്കുകയാണ്. തൻ്റെ തലതൊട്ടപ്പൻ്റെ പ്രേരണ കൊണ്ടൊന്നും പ്രലോഭനത്തിലൊന്നും വിശുദ്ധ ജോസ് അകപ്പെട്ടു പോകുന്നില്ല. ആ ദേവാലയത്തിൽ കുതിരകളുണ്ടായിരുന്നു, മദ്യക്കുപ്പി അവിടെ ഇവിടെയെല്ലാം ചിതറിക്കിടന്നിരുന്നു. ഈ വിശുദ്ധ ജോസിന് ഈ ദേവാലയം അശുദ്ധമാക്കിയത് കണ്ടിട്ട് ഹൃദയം തകർന്നു പോയി. ദേവാലയം കച്ചവട സ്ഥലമാക്കിയത് കണ്ട് ഹൃദയം തകർന്ന ഈശോയുടെ അതേ ശൗര്യത്തോടുകൂടി, അതേ മനോഭാവത്തോടുകൂടി കുതിരകളെയെല്ലാം അവിടെ നിന്ന് നാട്ടിപ്പുറത്താക്കി, ചിലതിനെയെല്ലാം കൊന്നു. ഉടൻ തന്നെ തലതൊട്ടപ്പൻ തന്നെ ഇതറിഞ്ഞപ്പോൾ വീണ്ടും ജോസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ വെറുപ്പ് നീ സമ്പാദിച്ചു, ഇനി നിനക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല, ഇനി നിനക്ക് മുന്നോട്ട് യാത്രയില്ല, നീ മരിച്ചു, എനിക്കിനി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എനിക്കിനി സ്വാധീനിക്കുവാൻ കഴിയുകയില്ല, മരണം മാത്രമേ ഉള്ളൂ. വിശുദ്ധ ജോസ് പറഞ്ഞു, എനിക്ക് മരണം മതി, അത് ഞാൻ സ്വന്തമാക്കിക്കൊള്ളാം. ധീരതയോടുകൂടി പിറ്റേ ദിവസം 1928 മാർച്ച് 10-ാം തീയതി ഒരു കുഴിമാടം തയ്യാറാക്കിയതിന് ശേഷം ജോസിനെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും ശരീരത്തിലെല്ലാം മുറിവുകളുണ്ടായിരുന്നു, കാൽപാദങ്ങളെല്ലാം തന്നെ മുറിച്ചതുപോലെയായിരുന്നു, കഠാര കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മുറിവേൽപ്പിച്ചിരുന്നു, രക്തം ഇറ്റിറ്റ്
ഒലിക്കുന്നുണ്ടായിരുന്നു. കുഴിമാടത്തിൻ്റെ മുമ്പിൽ നിന്നു. ഇനി ഒരു വെടിയുണ്ട മാത്രം. ഈ കുഴിമാടത്തിലേക്ക് മറിഞ്ഞു വീഴും. എല്ലാം വിശദീകരിച്ചു പട്ടാളക്കാർ. ജോസിനോട് പറഞ്ഞു, അവസാന നിമിഷം നിനക്കിതിൽ നിന്ന് പിൻവാങ്ങാം. ജോസ് നോക്കുമ്പോൾ ദയനീയമായ ഏറ്റവും ദുഃഖകരമായൊരു കാഴ്ച കണ്ടു. സ്വന്തം അമ്മ സമീപത്ത്. അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങുന്നുണ്ട്. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം തന്നെ അമ്മ സ്നേഹിക്കുന്നുവെന്ന്. ജോസ് പറഞ്ഞു, അമ്മയെ, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അധികം ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ വെടിയേറ്റ് മരിക്കും. അപ്പോൾ ജോസ് തൻ്റെ പ്രിയപ്പെട്ട വൈദികൻ ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഐ ആം ഗോയിങ് ഹോം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു. ജോസ് ആ വാക്കുകൾ ഓർത്ത് വിശുദ്ധ ജോസ് സാഞ്ചസ് അവിടെ ആ വാക്കുകൾ ആവർത്തിച്ചു. ഐ ആം ഗോയിങ് ഹോം. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ വളരെ ഉച്ചത്തിൽ വീണ്ടും ആവർത്തിച്ചു അവരുടെ എല്ലാം മുൻപിൽ. പട്ടാളക്കാരിൽ ഒരാൾ തോക്കുകൊണ്ട് അവൻ്റെ ചെവിയിലേക്ക് നിറയൊഴിച്ചു. ആ കുഴിമാടത്തിലേക്ക് മൃതശരീരം ആ കുഴിമാടത്തിലേക്ക് വീണു. അമ്മയും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും എല്ലാം ദുഃഖിച്ചു. വെറും 14 വയസ്സുള്ള ജോസിൻ്റെ അതിദാരുണമായ മരണത്തെ ഓർത്ത്. 1946 യുദ്ധമെല്ലാം അവസാനിച്ചു. പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ അവസരത്തിൽ 1946 അദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധ ജോസിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളെടുത്ത് താൻ ഏത് കല്ലറയിൽ, ഏത് ദേവാലയത്തിൽ തടവറയിലായോ ആ ദേവാലയത്തിൽ പൂജ്യമായിട്ട് കല്ലറ ഒരുക്കി അതിൽ സംസ്കരിച്ചു. വിശുദ്ധ ജോസിൻ്റെ കല്ലറയിൽ നിന്ന് ധാരാളം അത്ഭുതങ്ങൾ വരുവാൻ തുടങ്ങി. അവിടെ സ്വർഗത്തിലിരുന്ന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് വിശുദ്ധ ജോസ്. അതുകൊണ്ട് ധാരാളം തീർത്ഥാടകർ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ വിശുദ്ധ ജോസിനെ ധന്യനായും വാഴ്ത്തപ്പെട്ടവനായും പ്രഖ്യാപിച്ചു. തുടർന്ന് ഒരു ജീവൻ നഷ്ടപ്പെട്ടു, മരിച്ചു എന്ന് കരുതിയ ഒരു കുഞ്ഞ് വിശുദ്ധ ജോസിൻ്റെ, വാഴ്ത്തപ്പെട്ടവനായ ജോസിൻ്റെ മാധ്യസ്ഥ്യം വഴി അത്ഭുതകരമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ഈ ഒരു വലിയൊരു അത്ഭുതം സ്വീകരിച്ചുകൊണ്ട് 2016 ഒക്ടോബർ 16 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ജോസ് സാഞ്ചസിനെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തി. എന്തൊരു അത്ഭുതകരമായ വിശുദ്ധിയാണ് ഈ ജോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. മെക്സിക്കൻ സഭ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. സഭയ്ക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം അവിടെയില്ല. 500 വർഷങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ക്രിസ്തീയ മൂല്യങ്ങൾ, സുവിശേഷ മൂല്യങ്ങൾ സ്വന്തമാക്കാത്ത ഒരു ജനത അവിടെയുണ്ട്. ഇപ്പോഴും ഈ തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു സഭയും അവിടെയുണ്ട്. അവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. മയക്കുമരുന്നിൻ്റെ പ്രധാന കേന്ദ്രമായിട്ട് മെക്സിക്കോ മാറിയിട്ടുണ്ടെങ്കിൽ സുവിശേഷ മൂല്യങ്ങൾ എത്രയോ അകലെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. വിശുദ്ധ ജോസ് വെറും 14 വയസ്സുള്ള കൗമാരക്കാരൻ തീഷ്ണതയോടുകൂടി യേശുവിന് വേണ്ടി മരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ അതൊരു വലിയ വെല്ലുവിളിയല്ലേ? വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടം. ഭൗതിക സംസ്കാരം, ഒരു കമ്പോള സംസ്കാരം, ഒരു സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ഇത് ഒരുപക്ഷെ നമ്മെ കീഴടക്കുന്നുണ്ട്, നാം അറിഞ്ഞോ അറിയാതെയോ. നമുക്ക് ആ നിമിഷങ്ങളിൽ ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞ, മരണത്തെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയ വിശുദ്ധ ജോസ് ലൂയിസിൻ്റെ ആ വലിയ മാതൃക നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. നമുക്ക് ആവേശം നൽകുന്നതാകട്ടെ ആ ചെറുപ്പക്കാരൻ്റെ ഉത്തമമായ ജീവിതം. ഒരു സഭ അടിച്ചമർത്തപ്പെടുമ്പോൾ, സഭയ്ക്ക് എതിരെ ഉള്ള ശത്രുക്കൾ പ്രവർത്തിക്കുമ്പോൾ ധീരതയോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ സഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വൈദികരുടെയോ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളും സഭയുടെ മക്കൾ തന്നെ സഭയെ പീഡിപ്പിക്കുവാൻ, പലപ്പോഴും കോടതികളിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, പലപ്പോഴും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയെല്ലാം ഇതിനെ നമ്മെ അപമാനിക്കുമ്പോൾ,
അതൊന്ന് ഫോർവേഡ് ചെയ്യുവാൻ നമ്മുടെ മനസ്സിൽ തോന്നും. എന്നാൽ അത് ഫോർവേഡ് ചെയ്യാതിരുന്നാൽ സഭയ്ക്ക് വേണ്ടി നാം രക്തസാക്ഷികളാകുകയാണ്. സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ പോരായ്മകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ അവരെ അപമാനിക്കുന്നതിന് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ളൊരു അവസരം വരുമ്പോൾ ഇല്ല, വിശുദ്ധ ജോസിനെ പോലെ ഞാനും സഭയ്ക്ക് വേണ്ടി ജീവിക്കും, സഭാ നേതൃത്വത്തെ സ്നേഹിക്കും എന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം നമുക്ക് ഉണ്ടാകണം. സഭയിൽ ദൈവത്തിൻ്റെ ആ വലിയ കരുതലും സ്നേഹവും നമുക്കുണ്ടാകണം. 12 ശിഷ്യന്മാരിൽ ഒരുവൻ എല്ലാ പരിശീലനവും ലഭിച്ചിട്ടും ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞു ഒറ്റുകൊടുത്തു. അങ്ങനെ ഒറ്റുകൊടുക്കുന്നവർ ഇന്നും ഉണ്ടാകും. എന്നാൽ അവരെ തള്ളിപ്പറയാൻ യൂദാസിനെ തള്ളിപ്പറയാൻ ഈശോ ഒരിക്കലും തയ്യാറായില്ലല്ലോ. അവൻ ആദ്യം മുതലേ ഒറ്റുകാരനാണെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമക്കേടുള്ളവനാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ ഈശോ ഒരിക്കലും അവനെ പിരിച്ചുവിട്ടില്ല. സ്നേഹിക്കുക. സഭ സ്നേഹം നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ഉണരണം. നമുക്ക് സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കും വിശുദ്ധ ജോസിനെ പോലെ തീഷ്ണതയോടുകൂടി സഭയ്ക്ക് വേണ്ടി നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുശ്രൂഷ ചെയ്യണം. സഭയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, കേസ് നൽകി സഭയെ തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ പേരിന് വിശ്വാസമുള്ളവരുടെ നിരയിലേക്ക് നാം ചേരാതെ, പിശാചിൻ്റെ പ്രലോഭനത്തിൽ പെടാതെ ധീരതയോടുകൂടി പ്രവർത്തിക്കുവാൻ ഈ കാലഘട്ടം നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. നമുക്ക് വിശുദ്ധ ജോസിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോസ് ലൂയിസ് സാഞ്ചസ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ കേരള സഭയെ, ഭാരത സഭയെ, ഇന്നും പൊതുവായി നമ്മുടെ കത്തോലിക്ക സഭയെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും മെക്സിക്കോയിലെ സഭ പീഡിപ്പിക്കപ്പെടുന്നത് പോലെ നമ്മുടെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കൊന്നു ചേർന്ന് അണിചേരാം. ജോസ് പ്രതിസന്ധികളിൽ ജപമാല കയ്യിലെടുത്തു. ജപമാല നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കടന്നു വരും. ഗാദലോപ്പയിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും അമ്മ വരും നമ്മുടെ സഹായത്തിന്. അമ്മ കരയുന്നുണ്ട്. ആ കണ്ണുനീര് നമുക്ക് കാണാം. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. എന്നെ ശ്രവിച്ച ശാലോം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും കൃതജ്ഞതയും സ്നേഹവും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം ധാരാളമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു